ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ വളരെ കഥ പറയുന്ന അല്പം എന്തോ ഒരു കാലതാമസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അലീനയുടെയും മനുവിൻ്റെയും അതുപോലെ ബാലചന്ദ്രൻ്റെയും വൈജയന്തിൻ്റെയൊക്കെ കഥ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം മറിച്ച് നമ്മുടെ രേവതിക്കുട്ടിയുടെ വിശേഷങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ മുതൽ വീണ്ടും അലീനയുടെ കഥയിലേക്ക് വരികയാണ്. അലീനയും മനുവും അതുപോലെ ബാലചന്ദ്രനൊക്കെ രംഗപ്രവേശനം ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷം എന്ന് പറയുന്നത് അലീനയുടെയും ബാലചന്ദ്രൻ്റെയും കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഗംഗാധരനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ശിവനോടും രോഗത്തിനോടും പറയുകയാണ്, രോഗത്തല്ല നമ്മുടെ രാജീവിനോടും പറയുകയാണ്, ഏറ്റവും കൂടുതൽ നീതി ലഭിക്കേണ്ടത് നമ്മുടെ അലീനയ്ക്കും ബാലചന്ദ്രനുമാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ടതും. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തണം. അതിൻ്റെ പടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വന്ന് നിൽക്കുന്ന ശിവൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്ന ബബിതയെയും രോഹിത്തിനെയും പറഞ്ഞ് വീട്ടിലേക്ക് അയക്കുക. അതിനുവേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഗംഗാധരൻ പറയുക കേട്ടോ. അപ്പം അതിനുവേണ്ടി ശിവനും മുൻകൈ എടുക്കുകയാണ്. അങ്ങനെ രോഹിത്തിനെയും അതുപോലെ ബബിതയും വിളിച്ചു വരുത്തി റൂമിൽ വെച്ച് ഒരു ഉപദേശം കൊടുക്കും. പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? നിങ്ങളുടെ സ്വന്തം വീടല്ലല്ലോ ഇത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഇനി പോകണം. അലീനയും അതുപോലെ നിൻ്റെ അച്ഛനായ ബാലചന്ദ്രനും കൃഷ്ണമോളും മാത്രമല്ലേ അവിടെ ഉള്ളൂ. നിങ്ങളിവിടെ വന്ന് നിന്നാൽ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. നിങ്ങളുടെ വീടാണത്, നിങ്ങൾക്ക് അവകാശമുള്ള വീടാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറവുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നഷ്ടങ്ങൾ സംഭവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറയുക. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, ഇല്ല, അച്ഛൻ ഇപ്പം അലീന ഉണ്ടല്ലോ, അലീനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കട്ടെ, ഞങ്ങളെ വേണ്ടല്ലോ, അപ്പം ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയാൻ. ഈ സമയത്ത് നമ്മുടെ ശിവൻ തന്നെ പറയുന്നത്, അതല്ല മക്കളെ, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് എൻ്റെ വീടാണ്, ഇത് ഹരിയുടെ വീടാണ്. അപ്പോൾ ഇവിടെയല്ല നിങ്ങൾ താമസിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം മടങ്ങിച്ചെല്ലണം. അവിടെ ചെന്ന് നിങ്ങളുടെ സ്വന്തം വീടാണ്, അവിടെ മടങ്ങിച്ചെല്ലണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ഒരുപാട് ദേഷ്യമുണ്ടാകുകയും അങ്ങനെ ബബിത അവിടെ നിന്ന് പിണങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗങ്ങളുണ്ട്. എന്തായാലും രോഗത്തിനെയും ബബിതയും എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഒരു വളരെ ശാന്തമായ രീതിയിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ഗംഗാധരൻ്റെ പ്ലാനുകളും അതുപോലെ ശിവൻ്റെയും രാജീവിൻ്റെയും പ്ലാനുകളൊക്കെയാണ്. എല്ലാവരും ഇപ്പം അലീനയുടെയും ബാലചന്ദ്രൻ്റെയും മുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് സംശയം തോന്നുന്നുണ്ട്, എന്താണ് ഇവർ അച്ഛനും ഇളയച്ചന്മാരും ഇങ്ങനെ, ഇളയച്ചന്മാരും വലിയച്ചന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് സംശയമുണ്ടെങ്കിലും അവർക്ക് പോകുവാൻ മനസ്സില്ല. പക്ഷേ പോകേണ്ടി വരേണ്ട ചില അവസ്ഥകളൊക്കെ വരികയാണ്. അപ്പോൾ കമലയോടും സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനുശേഷം കാണുന്നത് ബബിത പിണങ്ങിപ്പോയി. പിന്നെ കാണുന്ന നമ്മുടെ മനു സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തൻ്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വരിക. മുത്തശ്ശിയുടെ അടുക്കൽ ചെല്ലുക. മുത്തശ്ശിയുടെ അടുക്കൽ ചെന്നിട്ട് മുത്തശ്ശിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഈ സമയത്ത് അലീനയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ അലീനയെ എങ്ങനെ മുത്തശ്ശിക്ക് ഇനി ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഉൾക്കൊള്ളാതിരിക്കുവാൻ പറ്റുമോ മക്കളെ? അവൾ ഇന്നലെ വരെ എൻ്റെ ഒരു ജോലിക്കാരിയല്ലായിരുന്നോ, എൻ്റെ കാര്യങ്ങളെ നോക്കുന്ന ഒരാളല്ലായിരുന്നോ? പക്ഷേങ്കിൽ ഇനി അങ്ങനെയല്ലല്ലോ. അവളല്ലേ ഈ വീടിൻ്റെ എല്ലാം, ആ വീടിൻ്റെ എല്ലാം അവളല്ലേ ഇതിൻ്റെ എല്ലാം ഉടയോത്തി എന്ന് ചോദിച്ച് മനുവിനോട് മുത്തശ്ശിയുടെ അലീനയോടുള്ള സ്നേഹവും ആ കൊച്ചുമോളിലുള്ള വാത്സല്യവും പറഞ്ഞു കൊടുക്കുകയും അത് കേൾക്കുമ്പോൾ മനു സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനോടൊപ്പം തന്നെ കാണാൻ പോകുന്ന നമ്മുടെ ബാലചന്ദ്രന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഗംഗാധരനും അതുപോലെ ശിവരുമൊക്കെ ചില പ്ലാനിങ് നടത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. എന്തായാലും അടുത്ത ദിവസം മുതലുള്ള എപ്പിസോഡ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ അലീനയും മനുവും അതുപോലെ ബബിതയല്ല നമ്മുടെ വൈജയന്തിയും ഒക്കെ വീണ്ടും മടങ്ങിയെത്തുകയാണെന്ന് പ്രേക്ഷകരുടെ ഇടയിലേക്ക്. അപ്പോൾ ഇത്രയും നാൾ അവർക്ക് അല്പം മാറി നിൽക്കേണ്ട വന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ ഇനി മുതൽ അവരുടെ കഥ തന്നെയായിരിക്കും ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും അലീനയുടെയും മനുവിൻ്റെയൊക്കെ ഇനി ഒരു റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ മറക്കരുത്. വരും ദിവസത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.